നമസ്കാരം. എവിടെ നിന്നോ ഒരു ഇടയ്ക്ക കൊട്ടിയുള്ള പാട്ട് കേൾക്കുന്നുണ്ട്. ഒരു ചെറിയ രീതിയിൽ മാപ്പു നൽകൂ, അത് തന്നെ, മാപ്പു നൽകൂ മഹാമതേ എന്ന് പറയുന്ന ഒരു ഗാനം ഇങ്ങനെ അലയടിച്ച് ഒഴുകി ഇറങ്ങുകയാണ്. അവിടെ നീണ്ട് വിശാരദനായി മംഗലശ്ശേരി മനയിൽ ഇങ്ങനെ ഒരു ചെറിയ ചാരുകസേരയിൽ ഇങ്ങനെ ചാരിക്കിടക്കുകയാണ് വി.ഡി. സതീശൻ. ഈ പാട്ടങ്ങ് ഒഴുകി വരുന്നത് അങ്ങ് നിലമ്പൂരിൽ നിന്നാണ്. നിലമ്പൂർ ഉൾവനങ്ങളിൽ നിന്നല്ല, നിലമ്പൂരിൽ നിന്ന് തന്നെയാണ്, നിലമ്പൂരിൻ്റെ തുറസായ ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് ആ പാട്ട് ഒഴുകി വരുന്നത് എന്ന് നമുക്കറിയാം. പി.വി. അൻവർ നിരുപാധികം കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് വി.ഡി. സതീശനോട്. എന്തിനെന്നല്ലേ? അതായത് നിയമസഭയിൽ താൻ വല്ല പോരാളിയാണ് ഇടതുപക്ഷത്തിൻ്റെതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു കാലത്ത് നിന്നുകൊണ്ട് വലിയ ഗീർവാണം അടിച്ചായിരുന്നു. എന്താണ് ആ ഗീർവാണം എന്നറിയുമോ? അതായത് നമുക്കെല്ലാവർക്കും അറിയാം, നേരത്തെ പലതവണ നമ്മൾ ചർച്ച ചെയ്തു പോയൊരു കാര്യമാണ്. അതായത് ഏതാണ്ട് 150 കോടി രൂപ മീൻവണ്ടിക്കകത്ത് ഇവിടേക്ക് കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് കടത്തിയെന്നും അത് വി.ഡി. സതീശൻ്റെ പണമാണ് എന്നും ഒക്കെ നിയമസഭയിൽ കയ്യടി വാങ്ങാൻ വേണ്ടി പി.വി. അൻവർ അത്യുച്ചത്തിൽ വിളിച്ചു കൂവി. അത് തെറ്റായിപ്പോയി, അതൊരു വലിയ മാപ്പർഹിക്കാത്ത തെറ്റായിപ്പോയി എന്ന് തിരിച്ചറിവിലാണ് പി.വി. അൻവർ. കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ വി.ഡി. സതീശൻ തന്നെ പറഞ്ഞു, പി.വി. അൻവറിനായി UDFൻ്റെ വാതിലുകൾ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്ന് വെച്ചാൽ ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥയിലാണല്ലോ. അപ്പം വേണമെങ്കിൽ അത് അടയ്ക്കാം, വേണമെങ്കിൽ അത് തുറക്കുകയും ചെയ്യാം. ഈ രണ്ടർത്ഥത്തിലാണ് പറഞ്ഞത്. തുറക്കണോ അടയ്ക്കണോ എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് സത്യത്തിൽ UDFൻ്റെ വാതിൽ. ആ UDFൻ്റെ വാതിൽ തുറക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അടിച്ച ഡയലോഗാണ് ഞാൻ നിരുപാധികം മാപ്പ് പറയുന്നു, കാല് പിടിച്ച് കേണ് മാപ്പപേക്ഷിക്കുന്നു, വി.ഡി. സതീശൻ ചേട്ടാ ക്ഷമിക്കൂ, ഞാൻ ചെയ്തു പോയ അവിവേകത്തോട് ക്ഷമിക്കൂ. നിങ്ങൾ മാപ്പപേക്ഷിക്കുമ്പോൾ അങ്ങ് ഡൽഹിയിലിരിക്കുന്ന ഒന്നുമല്ലാതായിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ കൂടി നിങ്ങൾ ചേർത്ത് ഒരു മാപ്പപേക്ഷ നടത്തിയാൽ നന്നായിരിക്കും. ഒരു DNA പരിശോധിക്കണം എന്ന് പറഞ്ഞു, പിന്നീട് അതിനെ രാഷ്ട്രീയ DNA ആക്കി മാറ്റിമറിച്ചു. പൊളിറ്റിക്കൽ DNA. കൊള്ളാം, നല്ല ചില പുതിയ വാക്കുകൾ ലഭിച്ചു. പിണറായി വിജയനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ സൂര്യനെ പോലെ ശോഭിച്ചു നിൽക്കുന്നു, മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി. സൂര്യനെ പോലെ നിങ്ങൾ ഇങ്ങനെ ശോഭിച്ചു നിൽക്കുകയാണ്, ആ ശോഭ കെടുത്താൻ വേണ്ടി ആരോ മടല് കീറി തറയിലിട്ട് അടിക്കുന്നു എന്നൊക്കെ വന്ന് പിണറായി വിജയൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വലിയ ഗീർവാണം അടിക്കുകയും ചെയ്തു. അതിൽ തൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ആ കണ്ണുനീര് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് പി.വി. അൻവർ തുടച്ചത് എന്ന് നമുക്കറിയാം. ഇപ്പം പി.വി. അൻവറിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല കേമാണ് എന്ന് പറയണം. പി.വി. അൻവർ പറയുകയാണ്, ഞാൻ നിലമ്പൂരിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. അതായത് ഞാൻ MLA സ്ഥാനം രാജിവെച്ചു. കാര്യം തൃണമൂൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്, പുല്ല് മൂലക്കിരിക്കട്ടെ എന്ന് പറയുന്ന ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ചേർത്ത് വായിക്കാം, അല്ലേ? ആ രീതിയിൽ തൃണമൂല കോൺഗ്രസിലേക്ക് ചേക്കേറിയ പി.വി. അൻവറിന് പിന്നെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ല, ധാർമ്മികമായ യാതൊരു കടമയുമില്ല ആ സ്ഥാനത്ത്, MLA സ്ഥാനത്ത് തുടരാൻ. അദ്ദേഹം വഞ്ചിച്ചത് ജനങ്ങളെയാണ്, മുന്നണിയെയാണ്, അല്ലെ? അദ്ദേഹം ഒരു ഇടതു മുന്നണിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിന്നിട്ടാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് ആ ജനങ്ങൾ വോട്ട് ചെയ്തത്. അപ്പോൾ ആ ജനങ്ങളെ ആദ്യം വഞ്ചിച്ചു, ആദ്യം മുന്നണിയെ വഞ്ചിച്ചു, ജനങ്ങളെ വഞ്ചിച്ചു. അപ്പോൾ ആ ജനങ്ങളെ വഞ്ചിച്ചപ്പോൾ അതിനുള്ള മറുപടി അല്ലെങ്കിൽ പ്രത്യുപകാരം അല്ലെങ്കിൽ ഈ പറയുന്ന പരിഹാര കർമ്മം എന്ന് വെച്ചാൽ ഈ MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഏറ്റവും ഈ ദീദി പറഞ്ഞായിരുന്നു കേട്ടോ. ഏത് ദീദിയാ? എല്ലാവരും ഈ മമതാ ബാനർജിയെ വിളിക്കുന്നത് ദീദി എന്നാണ്. അവിടുത്തെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എല്ലാവരും ദീദി എന്ന് മമതാ ബാനർജിയെ വിളിക്കുക. നമുക്കറിയാം, പുരച്ചിത്തലൈവി എന്നായിരുന്നില്ല ജയലളിതയെ വിളിച്ചുകൊണ്ടിരുന്നത്, അമ്മ എന്നാണ് ജയലളിത എന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്, അമ്മ. അപ്പം ആ അമ്മ എന്നുള്ള വിളി ജയലളിത സ്വയം ഏറ്റെടുത്തിട്ട് അവിടെ നിന്ന് ഇറക്കുന്ന എന്ത് പ്രോഡക്റ്റിനും അമ്മ എന്ന് ബ്രാൻഡ് ചെയ്തു. അതൊരു ബ്രാൻഡായി മാറി. അതുപോലെ തന്നെയാണ് മമതാ ബാനർജിയും ഒരു ബ്രാൻഡായി, ദീദി എന്ന് പറയുന്ന ബ്രാൻഡായി മാറി. അപ്പോൾ ദീദി എന്നോട് പറഞ്ഞു, അൻവറേ മോനെ, നീ ഇനി അവിടെ തുടരരുത്, നീ എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോയി തെരഞ്ഞെടുപ്പിനെ നേരിടൂ, നമ്മുടെ ശക്തി നീ കേരളത്തിൽ കാട്ടിക്കൊടുക്കൂ. ഇതായിരുന്നു ദീദിയുടെ പ്രഖ്യാപനം എന്നാണ് അൻവർ സാഹിബ് പറയുന്നത്. അങ്ങനെ അൻവർ സാഹിബ് ഉടനെ റെസിഗ്നേഷൻ എഴുതി സ്പീക്കറുടെ കയ്യിൽ കൊടുത്തു. യജമാനെ ഇത് സ്വീകരിക്കൂ. യജമാനൻ പറഞ്ഞു, പൂർണ്ണസമ്മതം, പൂർണ്ണ മനസ്സോടുകൂടി ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു. തേഞ്ഞല്ലോ ഭഗവാനെ എന്ന് ഉള്ളിൽ വിളിച്ചെങ്കിലും പി.വി. അൻവർ അത് പുറത്തു കാട്ടിയില്ല. ഞാൻ അഴിമതിക്കെതിരായ പോരാട്ടത്തിലാണ്, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും,
എന്നാ പിന്നെ അൻവർക്ക നിങ്ങൾക്കിനി MLA ആയി മത്സരിച്ചൂടെ എന്നൊരു ചോദ്യം. അയ്യോ അത് പാടില്ല, ഞാനിനി മത്സര രംഗത്തേക്കില്ല. കാര്യം അൻവർ സാഹിബിന് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇനി ആ ജനങ്ങളുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് കാട്ടായം കാട്ടാൻ താനില്ല എന്ന് മനസ്സിലായി. അവിടെ ഉള്ളവർ എടുത്ത് ഈ തവിക്കണ എന്ന് പറയുന്ന സാധനമുണ്ട്, ഈ തവിയുടെ പിടിയാണ്, ആയിട്ട് മോണയ്ക്ക് കുത്തി വിടും. അതുകൊണ്ട് നിലമ്പൂരേക്ക് താനിനി ഇല്ല, അവിടെ പകരം വേറൊരാളെ മത്സരിപ്പിച്ചാലോ നമുക്ക്? ആരെ മത്സരിപ്പിക്കും? BS ജോയി എന്ന് പറയുന്ന ഒരാളെ നമുക്കവിടെ മത്സരിപ്പിച്ചാലോ? അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടുത്തെ മലയോര മേഖലകളെ കുറിച്ച് കാര്യമായ അറിവുള്ള ഒരു മനുഷ്യനാണ്, നിലമ്പൂരിൻ്റെ മലയോര മേഖലകൾ. പിന്നെ എന്തിനായിരുന്നു ഈ നാട്ടുകാരെ മുഴുവൻ കാണിക്കാൻ വേണ്ടി മലയോര മേഖലകളിലൂടെ മലയോര കർഷകരുടെ, മലയോരത്ത് താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നം പഠിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു യാത്ര സംഘടിപ്പിച്ചത്? അപ്പം മലയോരത്തിൽ നിന്നൊരാൾ GS ജോയിയെ കൊണ്ട് യാത്ര ചെയ്യിച്ചാൽ പോരായിരുന്നു? വെറുതെ പണി മേടിച്ചു കൂട്ടില്ലായിരുന്നല്ലോ അല്ലേ? ഏറ്റവും ഒടുവിൽ പണി മേടിച്ചു കൂട്ടി വീട്ടിലേക്ക് പോകേണ്ടി വന്നില്ലേ? ഇപ്പോൾ ഇതാ MLA സ്ഥാനവും പോയി കഴിഞ്ഞു. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന മറ്റൊരാളെയാണ്. ഇപ്പോൾ പോലീസ് കേസ് അന്വേഷണം വരെ നേരിടുന്ന, മുസ്ലിം വിരോധം നാവിൽ ആവോളം വായിലും വയറ്റിലും മനസ്സിലും കുത്തി നിറച്ച് കിടക്കുന്ന PC ജോർജ് എന്ന് പറയുന്ന ഒരു നേതാവിനെയാണ് സത്യത്തിൽ അൻവർ സാഹിബിൻ്റെ ഈ ഒരു പെരുമാറ്റം കാണുമ്പോൾ തോന്നുന്നത്. അവിടെയും ഇല്ല, ഈ ഇല്ലത്തു നിറങ്ങുകയും ചെയ്തു, അമ്മാത്ത് ഒട്ടെത്തിയില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ. ഒരേ ചൂടിൽ CPM നിന്ന് ചാടി പുറത്തേക്ക് പോയി. അമ്മാത്ത് എത്തിയോ എന്ന് ചോദിച്ചാൽ അമ്മാത്ത് എത്തിയിട്ടില്ല, പിന്നെ എവിടെയാ? എവിടെയോ ആണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിൽ PC ജോർജിൽ. UDF വിട്ടു. UDFിൽ നിന്നിറങ്ങി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പാവം പിടിച്ച് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കി സ്വന്തമായ ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചു. അവസാനം അതും കൊണ്ട് കളഞ്ഞു. രണ്ട് ഒരേ തൂവൽ പക്ഷികളാണ്, ഒരേപോലെയാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ നോക്കിയ LDFിൽ നിന്ന് ചാടി സ്വന്തമായി രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കി DMK. ഒടുവിൽ DMKയിൽ ഉണ്ടായിരുന്ന തോർത്തും ബലൂണും ഒക്കെ തൂക്കി വിറ്റു, ഓൺലൈൻ പർച്ചേസിന് വെച്ചു. എന്നിട്ടിപ്പോൾ തൃണമൂൽ കോൺഗ്രസ്, ഇതും മറ്റൊന്നുമല്ല, BJPയിലേക്ക് ചാടി. എന്നിട്ടിപ്പോഴോ പത്തനംതിട്ടയെ എന്തോ കനപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് പത്തനംതിട്ടയെ മത്സരിക്കാൻ വേണ്ടി PC ജോർജ് ചാടി ഇറങ്ങിപ്പോയി. അവസാനം അനിൽ ആന്റണി വന്ന് ആ സീറ്റും കൊണ്ടുപോയി. ഇതാണ് PC ജോർജിൻ്റെ അവസ്ഥ. ഇവിടെ ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ പറഞ്ഞാൽ ഞാൻ ഇനി മത്സര രംഗത്തേക്കില്ല. PV അൻവർ വിചാരിച്ചാൽ 10 തൊട്ട് എവിടെയെങ്കിലും കൂടുതൽ കിട്ടുമോ? കിട്ടത്തില്ല. അങ്ങ് ദീദി പറഞ്ഞതനുസരിച്ച് നോക്കുവാണെങ്കിൽ അൻവറെ നീ നിന്നേ പറ്റുമോനെ. കാര്യം എന്താ? കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു വലിയ വളർച്ച നിന്നിലൂടെയാണ് ഞാൻ കാണുന്നത് എന്ന് ദീദി പറഞ്ഞത്രേ. തൃണമൂൽ കോൺഗ്രസിനെ ശക്തമായി വളർത്തിയെടുക്കാൻ PV അൻവറിനെ പോലെ അതിശക്തനായ, അഴിമതിക്കെതിരെ പോരാട്ട വീര്യം ഉൾക്കൊണ്ട് നടക്കുന്ന, നിലവിലത്തെ ഭരണകക്ഷിയെക്കുറിച്ച് അതിമോശമായ കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്ന ഒരാളായി PV അൻവർ വളർന്നു വരുന്നു എന്ന് ദീദിക്ക് തോന്നിയിട്ടുണ്ടത്രേ. അങ്ങനെയാണ് PV അൻവറിനെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചത്. അത് ബംഗാളാണ്, ഇത് കേരളമാണ്. അവിടെ CPM-നെ തകർത്ത് തൃണമൂൽ കോൺഗ്രസ് കയറിയതുപോലെ ഇവിടെ CPM-നെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തകർത്തുകൊണ്ട് LDF-നെ തകർത്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിലെ PV അൻവർ അധികാരത്തിൽ കയറുമെന്നുള്ള ദിവാസ്വപ്നം ഈ മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നമാണ് എന്ന് പറയേണ്ടി വരും. ആ ലെവലിലായിരിക്കും ഒരുപക്ഷെ PV അൻവർ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നവുമായി, ദിവാസ്വപ്നവുമായി PV അൻവർ ഇങ്ങനെ രാജിവെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അറിയാം തോറ്റുപോവും, അവിടെ ഇനി പോയി നിന്ന് കൊടുത്തുകൊണ്ട് അവിടെ തോറ്റുപോകും. എന്നിട്ട് ആര്യാട ഷൗക്കത്തിനിട്ടൊരു കൊട്ടും. ആരാണ് ഈ ആര്യാട ഷൗക്കത്ത്? ആളൊരു സാംസ്കാരിക പ്രവർത്തകനല്ലേ, സിനിമാക്കാരനല്ലേ, അയാൾ കഥ എഴുതുകയാണ് എന്നൊക്കെ പറഞ്ഞു. ആര്യാട ഷൗക്കത്തിനെ കുറിച്ച് PV അൻവറിന് എന്തറിയാം അല്ലേ? ആരാണ് അയാൾ എന്നൊക്കെ ചോദിക്കുമ്പോഴേ PV അൻവർ എന്തോ വലിയ സംഭവമാണ്, എനിക്ക് ഈ ചീള് കേസിനെയൊന്നും എനിക്ക് അറിയില്ല, ഞാൻ അങ്ങ് തൃണമൂലക്കിരിക്കാൻ പോകുന്ന ഒരാളാണ് എന്നുള്ള ധാരണയാണല്ലോ. സത്യത്തിൽ PV അൻവറിൻ്റെ അവസ്ഥ മിക്കവാറും ആ പാർട്ടിയുടെ പേര് പോലെയായി തീരും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. കാര്യം അങ്ങനെ ചിന്തിക്കാൻ തരമുള്ളൂ. തൃണം മൂലക്കടിഞ്ഞിരിക്കുന്നു എന്ന് പറയും. അതായത് തൃണത്തിൻ്റെ മലയാളത്തിൽ നമ്മൾ വീക്ഷിക്കുമ്പോൾ പുല്ല് എന്ന് പറയും. മൂൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം അതിനെ മൂല എന്ന് നമുക്ക് വേണേൽ വിശേഷിപ്പിക്കാം. അങ്ങനെ തൃണം മൂലയിലേക്ക് ഒതുങ്ങാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ അൻവറിക്ക മറ്റൊരു PC ജോർജ് ആകാൻ പഠിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാം.